ഗൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പലതരത്തിലുള്ള കണ്ടന്റ്സും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു, അതായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ലീഗ് അല്ലെങ്കിൽ ക്ലബ്സ് റൺ ചെയ്യുന്നൊരു രീതിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ഓവർ പെയ്ഡ് ആണെന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന ചില കമൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നതല്ലേ റൈറ്റ് ആയിട്ടുള്ളൊരു വേ എന്നുള്ളത്. സോ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. ആക്ച്വലി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അതെടുക്കാം ഏത് തരത്തിലാണ് ക്ലബ്ബ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞത് ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു ലീഗ് അല്ലെങ്കിൽ ക്ലബ്ബും എല്ലാം ഒരേപോലെ ആ തരത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിലേ അതിൻ്റെ ഒരു ഗുണമുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ഓവർ പെയ്ഡൊക്കെ ആകുന്ന സാഹചര്യത്തിൽ യങ്സ്റ്റേഴ്സിനെ എല്ലാ ക്ലബ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടത്തുള്ളൂ. സോ ആ ഒരു കാര്യം എല്ലാ ക്ലബ്സും ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അവരവരുടെ അക്കാഡമീസിൽ ഫോക്കസ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു എയിമായിട്ട് മാറേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം പ്ലേയേഴ്സിന് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവർ ഓവർ പെയ്ഡ് ആകും എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് വഴി ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബാണ്. അതുപോലെ തന്നെ ടിക്കറ്റ്സ് റൈറ്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ക്ലബ്ബും അതും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഒരു ടോപ്പ് 5 ഉള്ളൊരു ക്ലബ്ബാണ്. ഇപ്പം IPL ഫ്രാഞ്ചൈസികളോടൊക്കെ അടുത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ ഉണ്ട്. അതിനടുത്ത് വെക്കാൻ പോലും ISL ഒരു ക്ലബ്ബില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനൊക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ കൂടി ആ ഒരു ഇൻട്രാക്ഷനും വളരെ സ്പോൺസർഷിപ്പിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആകുന്നൊരു കാര്യമാണ്. ഇപ്പം മുംബൈ സിറ്റി FC ഒക്കെ ഒരു ബിഗ്ഗസ്റ്റ് ക്ലബ്ബാണെങ്കിലും അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു 5 ഇരട്ടിയൊക്കെ സ്പോൺസർഷിപ്പ് ഒരു എമൗണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബ്രേക്ക് ഈവൻ സിറ്റുവേഷനിലേക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു ക്ലബിൻ്റെ ഒരു യാത്ര, അതിനെപ്പറ്റി എങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത്. സോ ആക്ച്വലി പറഞ്ഞതുപോലെ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. പക്ഷേ ഒരു ഹ്യൂജ് ലോസസിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ള ഒരു ഫാക്ടർ എന്താണെങ്കിലും അവിടെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് അല്ല ഈ പറഞ്ഞ പോലെ IPL ഒക്കെ പറയുന്നത് പോലെ. അതിന് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രീമിയർ ലീഗിലേക്കൊക്കെ തന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഞാൻ ചില വെബ്സൈറ്റുകളിലൊക്കെ പരിശോധിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ള 2 ക്ലബ്ബുകളുടെ കാര്യം നോക്കിയ സമയത്ത് ടോട്ടനാമിൻ്റെയും അതുപോലെ ബേൺലിയുടെയും പേരാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ടോട്ടനാമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഇത്തവണ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അവരുടെ സമീപ വർഷങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അവരങ്ങനെ ഒരു ട്രോഫി എയിം ചെയ്യുന്നൊരു ക്ലബ്ബെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പലപ്പോഴും ടോപ്പ് 4 തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വരാറുള്ളത്. UCL ക്വാളിഫിക്കേഷൻ അതായത് കഷ്ടപ്പെട്ടാണ് നേടിയത്. അപ്പോൾ പലപ്പോഴും പ്രീമിയർ ലീഗ് റേസിലൊന്നും നമ്മൾ കാണുക ചെയ്യാറില്ല. അപ്പോൾ കഴിഞ്ഞൊരു 30 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആകെ നേടിയത് ഒരു EFL ട്രോഫിയാണ്. അതായത് ഇപ്പം നമ്മൾ കർബാവോ കപ്പ് എന്നൊക്കെ പറയുന്നൊരു സംഭവം. സോ അവർ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു വലിയ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരു ട്രോഫി ഇൻറ്റൻറ്റ് എന്നുള്ള ലെവലിൽ കാണുന്നൊരു ക്ലബ്ബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളിപ്പം കാണുന്ന ടോട്ടൻഹാം ഫാൻസ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. ഇപ്പം പിന്നെ പറഞ്ഞതുപോലെ ബേൺലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. പക്ഷേ അവരൊരു മിഡ് ടേബിൾ ക്ലബ്ബ് എന്ന് പോലും പറയാൻ പറ്റില്ല. അവർ ഈ പറഞ്ഞൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. പക്ഷേ അവർ ഇത്തവണ റെലഗേറ്റ് ആയി പോയിട്ടുള്ളൊരു ക്ലബ്ബ് കൂടിയാണ് എന്നുള്ളത് ആലോചിക്കണം. പിന്നെ ഈ പറഞ്ഞ ടോപ്പ് ക്ലബ്ബുകളിൽ ഇച്ചിരിയെങ്കിലും ഒരു പ്രോഫിറ്റബിൾ എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലിവർപൂളാണ്. പക്ഷേ ലിവർപൂളിൻ്റെ കാര്യം എടുത്താൽ കഴിഞ്ഞാലും അവർ ഈ പറഞ്ഞ പോലെ അങ്ങനെ ലെവലിൽ സ്പെൻഡ് ചെയ്യുന്നൊരു ക്ലബ്ബല്ല എന്ന് നമുക്കറിയാം. അവിടെ വന്നിട്ടാണ് പലരും സ്റ്റാർസ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അവർ കൊണ്ടുവരുന്ന സ്റ്റാർസിനെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൂടെ നിർത്താൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ സലയാണെങ്കിലും ഇപ്പം കുറേ നാളുകളോളം നമുക്ക് പറഞ്ഞ ഫെർമിനിയോയും അല്ലെങ്കിൽ മാനെയൊക്കെ അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഒരു ക്ലബ്ബാണ് മാൻ സിറ്റി. അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ നഷ്ടത്തിന് കണക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് 103 മില്യൺ പൗണ്ടാണ് അവർക്ക് ലോസ് ആയിട്ടുള്ളത്. എന്നാൽ അവർ സക്സസിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ബെസ്റ്റാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഈ സക്സസ് എന്ന് പറയുന്ന ക്ലബിൻ്റെയൊക്കെ കണക്കുകൾ പലപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് നമുക്കതിൽ ലോസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു പോപ്പുലർ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു പോപ്പുലർ ക്ലബ്ബാണ്. ഈ മിഡ് ടേബിൾ ക്ലബ്ബൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞതുപോലെ അത് ഇവിടുന്ന് അവർ അക്കാഡമിയെ ലക്ഷ്യം വെച്ചിട്ട് അവർക്ക് ട്രാൻസ്ഫർ ഫീ ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് ഒരു ബിസിനസ് മോഡലാക്കാം. പക്ഷേ പോപ്പുലർ ക്ലബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ബിസിനസ് മോഡലാക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണങ്ങളാണ് ലോകത്തിലെ എല്ലാം സക്സസ്ഫുൾ ക്ലബ്സ് ഈ പറഞ്ഞ പോലെ ഒരു പ്രോഫിറ്റബിൾ സിറ്റുവേഷനിലല്ല പോകുന്നത് എന്നുള്ളതാണ്. ഏത് ക്ലബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഒരു ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പാഷനായിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു ഫെയിം വർദ്ധിപ്പിക്കാനുള്ളൊരു മീഡിയ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ആ ഒരു ലെവലിലായിരിക്കും അവർ ഈ ക്ലബിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാകും. ഇപ്പം നാസർ അൽ ഖലീഫി PSG ഓണേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റി ഗ്രൂപ്പിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ചെൽസിയുടെ കാര്യം എടുക്കാം, മുമ്പ് റോബൻ അബ്രാമോവിച്ചും ഇപ്പോൾ ടോഡ് ബോവ്ലിയൊക്കെ ആണെങ്കിൽ പോലും ഇവർക്കെല്ലാം പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കും. ഇപ്പം അവർ ആ ഒരു പോപ്പുലർ ക്ലബിൻ്റെ ഓണേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഒരു നല്ലൊരു പേരൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ അവർ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ചിപ്സ് വിൽക്കുന്നതോ അല്ലെങ്കിൽ സോഡ വിൽക്കുന്നതോ ഒന്നും ഒരു മോശം കാര്യമായിട്ട് പറയത്തില്ല. പക്ഷേ അവിടുന്ന് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞ പോലെ ക്ലബിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ക്ലബ്ബ് കൂടി ആ ഒരു ലെവലിൽ റൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. റൺ ചെയ്യാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാൻസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ റൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ ഒരു ക്ലബിൻ്റെ മെൻറ്റാലിറ്റി നമ്മളൊരു പോപ്പുലർ ക്ലബ്ബ് ആണെങ്കിൽ കൂടി നമ്മൾ റൺ ചെയ്യുന്നത് ഒരു മിഡ് ടേബിൾ ക്ലബ്ബാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഏത് പ്ലേയേഴ്സിന് വേണമെങ്കിലും ട്രാൻസ്ഫർ ഫീ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് ക്ലബ്ബുകൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതിപ്പോൾ മോഹൻ ബഗാനോ അല്ലെങ്കിൽ പറഞ്ഞ മുംബൈ സിറ്റിയോ ഒന്നും അല്ല. ഇപ്പം നമുക്കിപ്പം ദിമിയുടെ കാര്യമൊക്കെ, ദിമിയൊക്കെ ഇപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്നൊക്കെയാണ് റൂമേഴ്സ് ഉള്ളത്. അപ്പം നമ്മളൊരിക്കലും എന്താ പറയുക, ആ ഒരു 5-6 ക്ലബ്സ് സ്പെൻഡ് ചെയ്യുന്ന പോലെ പോലും നമ്മൾ ഇത്രയും സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഒരു ക്ലബ് എന്ന നിലയിൽ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒപ്പീനിയൻ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പോപ്പുലർ ക്ലബിൻ്റെ ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി അല്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ടോട്ടൻഹാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. മറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പോപ്പുലർ ക്ലബ്ബാണെങ്കിലും അവർക്ക് ആ ട്രോഫി വിന്നിങ് ഇൻറ്റൻറ്റ് ഉണ്ട്. ഇപ്പം അതല്ലാണ്ട് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെയൊക്കെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അവർ ഈ പറയുന്ന പോലെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്ലബ്ബാണ്, പക്ഷേ അവർ സ്ഥിരം ബോട്ടിലേഴ്സ് ആണെന്നുള്ളത് അറിയാം. അവർക്ക് ഈ പറഞ്ഞ പോലെ ട്രോഫിക്ക് ഭയങ്കര ഒരു ക്ഷാമമുള്ള ഒരു ക്ലബ്ബാണെന്നുള്ളത് അറിയാം. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പലരും ഇപ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഇന്നലത്തെ നമ്മൾ ചെന്നൈയിൻ FC സൈനിങ് നടത്തിയതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒന്നും തുറന്നിട്ടില്ല, നമ്മൾ ഓൾറെഡി നോവെ സൈൻ ചെയ്തു, ലൂണെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, അപ്പം അതൊരു മോശം കാര്യമായിട്ട് പറയുന്നില്ല. അപ്പം ലൂണെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചത് നല്ല കാര്യം, നോവയെ പോലെ എത്തിച്ച ഒരു പ്ലെയർ എത്തിക്കുന്നത് ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ട്രാൻസ്ഫർ മാർക്കറ്റ് മറ്റ് ആ ക്ലബ്ബുകളുടെയും തുറന്നിട്ടില്ല. അവർ പല ക്ലബ്ബുകളും പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ന്യൂസസൊക്കെ നമുക്ക് ഇപ്പോഴേ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ എത്ര നമുക്ക് മറച്ചൊന്നും പിടിക്കാൻ സാധിക്കത്തില്ല. ആ ഒരു ന്യൂസസ് എന്താണെങ്കിലും പുറത്തു വരും. ഇപ്പം തന്നെ പ്രീ കോൺട്രാക്റ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഓൾറെഡി കോൺട്രാക്റ്റിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചെന്നൈയിൻ FCയുടെയൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, പല പ്ലേയേഴ്സും ഫ്രീ ഏജൻസ് ആണ്, അവരെ എത്തിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷൻസിലെങ്കിലും പ്ലേയേഴ്സിനെ എത്തിക്കാനുള്ള ഒരു ഇൻറ്റൻറ്റ് കാണിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ടൊരു നോവയുടെയും അല്ലെങ്കിൽ ലൂണയുടെയും പേര് പറഞ്ഞ് നമുക്കിനി ഈ സീസണിൽ നമ്മൾ പൊളിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ പൊസിഷൻസിലും പ്ലേയേഴ്സിനെ വേണം. അല്ലെങ്കിൽ ഈ 2 പ്ലേയേഴ്സ് കളിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ പോലെ ആലാരെ ഗോവിന്ദ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വേണമെന്ന് പല തരത്തിൽ, ഞാനല്ല പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് ജനുവരി ചെയ്തത്, എന്തെങ്കിലും ചെയ്തു? നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നമുക്ക് അറ്റാക്കിങ്ങിലുണ്ടായിരുന്ന 2 പ്ലേയേഴ്സിനെ ലോണിൽ കൊടുത്തു, ബിദ്യയും ബ്രൈസിനും. അവർ ഓക്കെ, നമുക്ക് ടീമിൽ ആ സമയത്ത് ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ദാരിദ്ര്യമുള്ള മേഖലയാണ്, ഒരു വിങ്ങർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് പ്ലെയറെ നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചോ? ഇല്ല. ഇതുകൊണ്ടാണ് നിരന്തരം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരുന്നത്, വിമർശിക്കേണ്ടി വരുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പോപ്പുലർ ക്ലബ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ മോഹൻ ബഗാനൊക്കെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് അവർ സ്പെൻഡ് ചെയ്യും. അവരുടെ ഓണർ അങ്ങനത്തെ ഒരു ഓണറാണ് പുള്ളി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോയങ്കയ്ക്ക് പറഞ്ഞ പോലെ മോഹൻ ബഗാൻ ഫാൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കൊൽക്കത്തയിലൊക്കെ അദ്ദേഹത്തിന് അതുപോലത്തെ ഒരു പേരുണ്ട്. ഇപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു മണി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓണേഴ്സ് അല്ല നമുക്കുള്ളത് എന്നുള്ളത്. ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുത്താലും അവർ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പിൽ നിന്നൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബാണ്. എന്നിട്ട് കൂടി നമ്മൾ ഇപ്പം മോഹൻ ബഗാൻ മുംബൈ സിറ്റി FC വിടാം, അതിന് പിന്നാലെ ഇപ്പം നമ്മൾ ഗോവ സ്പെൻഡ് ചെയ്യുന്ന പോലെ, ഒഡീഷ സ്പെൻഡ് ചെയ്യുന്ന പോലെ, അറ്റ്ലീസ്റ്റ് ഈസ്റ്റ് ബംഗാൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ പോലും ചെയ്യുന്നില്ല. അവർ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു 6ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്തോ ഒക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാകുക. നമ്മൾ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് സാലറി അളക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോസിലൊക്കെ സംസാരിച്ചാണ്. അപ്പം നമുക്കറിയാമല്ലോ ഒരു ടീമിലൊരു പ്ലെയേഴ്സിന് കൊടുക്കുന്ന വേജസ് എത്രയാണ് എന്നൊക്കെ ഉള്ളത്. അത് വെച്ച് നമുക്ക് പറയുമ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. നമ്മളെന്താ പറയുക, നമ്മളീ പറഞ്ഞതുപോലെ ഒരു മിഡ് ടേബിൾ ക്ലബ്ബായിട്ട് നമ്മൾ ഒരു എല്ലാ സീസണിലും ഒരു പ്ലേ ഓഫ് എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ പോയി നമ്മൾ എലിമിനേറ്ററിൽ ഔട്ടായി പോകേണ്ട ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ഓക്കെ, നമ്മുടെ വോയിസസ് ഉയരേണ്ട ആവശ്യകതയൊന്നും ഇല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. പറഞ്ഞ പോലെ നോവയും സൈൻ ചെയ്തു അല്ലെങ്കിൽ ലൂണ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. അതല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു സക്സസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ട്രോഫി വിന്നിങ് ക്ലബ്ബ് എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വർഷം നമുക്ക് 4 ട്രോഫീസാണല്ലോ, അതിലൊരു ട്രോഫിയെങ്കിലും നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വിമർശനങ്ങൾ ഉന്നയിക്കണ്ടേ? ഇപ്പം കരോൾ സ്കിൻകിസ് വന്നിട്ട് 3 വർഷമായി. അപ്പം ഈ പറഞ്ഞ പോലെ 3 വർഷങ്ങളിൽ ഇത്രയും ട്രോഫീസ് എന്ന് പറയുന്ന രീതിയിൽ 10-12 ട്രോഫീസ് നേടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. 3-4 വർഷമായി. അപ്പം അതിൽ ഒരു ട്രോഫിയെങ്കിലും നേടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും കരോളിസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ക്ലബിൻ്റെ ഡൗൺഫാൾ ഉണ്ടാകുമ്പോൾ പുള്ളിയാണ് വിമർശിക്കേണ്ടത് എന്നുള്ളൊരു ഫാക്ടർ. സോ അതുകൊണ്ടാണ് പറഞ്ഞതുപോലെ
കരോളിസിന് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ ഓണേഴ്സ് എന്നതിലുപരി അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. സോ അങ്ങനത്തെ ലെവലിലുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മൾ ഏത് ഇന്ത്യൻ പ്ലെയറെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഒരുവിധം അവൈലബിൾ ആകാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത സീസണിൽ ട്രാൻസ്ഫർ ആയി പോകുന്ന പ്ലെയേഴ്സിനെയൊക്കെ ഒരുവിധം ക്ലബ്ബുകളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് ഇപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, കാരണം ഒരു റൂമർ വരാതെയും വരും, കാരണം അവരുടെ പ്ലെയർ ഏജൻസ് ഒക്കെ പുറത്തുള്ളതായിരിക്കും. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളേഴ്സിൻ്റെ ആയിരുന്നു ഇവിടെ ഉള്ളതായതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും അത് ലീക്കാവും. പക്ഷേ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ ISL പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇത് വന്നിട്ടില്ല. എന്നാൽ നമുക്ക് പ്രശ്നമുള്ള പല മേഖലകളും ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഗൈസ് വീണ്ടും ആസ് എ KBC ഫാൻ എന്ന നിലയിൽ വിഷമമാണെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇനി ഇങ്ങനെ പറയുന്നതിൽ ആക്ച്വലി നല്ല വിഷമമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ബ്ലാസ്റ്റേഴ്സ് ഫാനായി പോയില്ലേ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസിൽ കാണിക്കുകയാണ് വിഷയം.